ലാലേട്ടൻ വന്ന് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം തന്നെ ഷാനവാസിനെയാണ് ടോപ്പ് ഇടിച്ചിരിക്കുന്നത്. ഷാനവാസിനെ എന്താ നോമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോമിനേഷൻ ആർക്ക് വേണമെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് അവിടെ കിടന്ന് ഉരുണ്ടുമറിയാണ്. അതിനുള്ള ഉത്തരവും ലാലേട്ടൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. തുടക്കം ഗംഭീരമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലാലേട്ടൻ വന്ന ഉടനെ തന്നെ ഷാനവാസിനോട് ചോദിച്ചു, എന്താ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഷാനവാസ് പറയുന്നത് മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ എനിക്ക് സങ്കടമായത്, അതായത് ആദിലയും നൂറയെ നോമിനേറ്റ് ചെയ്തപ്പോൾ സങ്കടമായത്. എന്നാൽ ആർക്ക് വേണമെങ്കിലും നോമിനേറ്റ് ചെയ്തൂടെ എന്നാണ് ആദില ചോദിക്കുന്നത്. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു വിഷയം ലാലേട്ടൻ എടുത്തിടുകയുണ്ടായി. ആ സമയത്ത് അനീഷ് പറഞ്ഞ ഒരു കാര്യം, ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നിവിനുമായിട്ടുള്ള ഇഷ്യൂ, അത് ആദിലയും നൂറയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും താൻ പറയാതിരുന്നത്. ഇനി ഞാൻ പറയും, പല രഹസ്യങ്ങളും എനിക്കറിയാം, ഞാൻ അതൊക്കെ വെട്ടി തുറന്ന് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ തന്നെ ലാലേട്ടൻ ആ വിഷയം മാറ്റി. എന്നാൽ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിന് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. അത് ആദിലയും നൂറയും ചെയ്തതാണ് സങ്കടമായിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതെന്തായാലും ഇന്ന് സംസാരിച്ച് ആർക്ക് വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം, അതൊന്നും വലിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആരും അറിയാത്ത രഹസ്യങ്ങൾ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഷാനവാസ് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അത് ലാലേട്ടൻ ചോദിച്ചു, എന്താണ്, ആരും അറിയാൻ പാടാത്ത എന്താ ഉള്ളത് ഇവിടെ, പ്രേക്ഷകർ അറിയാൻ പാടാത്തിട്ട് ഒന്നുമില്ല, നിങ്ങൾ പറയുമെന്ന്. അനീഷ് കള്ളത്തരം പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ലാലേട്ടൻ ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും തുടക്കം ഗംഭീരം. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.